നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടിമുടി ദുരൂഹത. നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചതാര്? സംഭവത്തിൽ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് ഫോറൻസിക് കണ്ടെത്തിയ 19 വിരലടയാളങ്ങളിൽ ഒന്നുപോലും പ്രതി ഷെരീഫുൾ ഇസ്ലാമിൻ്റേതല്ല എന്ന് റിപ്പോർട്ട്. ശാസ്ത്രീയ പരിശോധനകളിൽ ഈ വിരലടയാളങ്ങളിൽ ഒന്നുപോലും ഷെരീഫുൾ ഇസ്ലാമിൻ്റേതുമായി യോജിക്കുന്നില്ല. സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് പരിശോധനകൾ നടത്തിയത്. കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള പരിശോധനകളിൽ ഇവ ഷെരീഫുൾ ഇസ്ലാമിൻ്റേതല്ല എന്ന് സ്ഥിരീകരിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാന്ദ്രയിലെ വസതിയിൽ വെച്ച് അതിക്രമിച്ചു കയറിയ പ്രതി സെയ്ഫ് അലി ഖാനെ ആക്രമിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ. സെയ്ഫ് അലി ഖാനെ കുത്തിവീഴ്ത്തിയത് മോഷ്ടാവെന്നായിരുന്നു സെയ്ഫ് അലി ഖാന്റെ മൊഴി. എന്നാൽ അത് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ല. പുലർച്ചെ 4:11 സുഹൃത്താണ് പരിക്കുകളോടെ സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് ലീലാവതി ആശുപത്രിയിലെ രേഖകൾ പറയുന്നു. നേരത്തെ പുറത്തുവന്ന വിവരങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല. സെയ്ഫിന് 5 കുത്തേറ്റുവെന്നാണ് ആശുപത്രി രേഖയിലുള്ളത്. എന്നാൽ 6 മുറിവുകളുണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു. സുഹൃത്തും മാനേജരുമായ അഫ്സർ സൈദി ഓട്ടോറിക്ഷയിലാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. 8 വയസ്സുള്ള മകൻ തൈമൂറാണ് സെയ്ഫിനൊപ്പം ഉണ്ടായിരുന്നത് എന്ന ആദ്യ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാർ ലഭ്യമാകാത്തതുകൊണ്ട് മൂത്ത മകൻ 23 വയസ്സുകാരനായ ഇബ്രാഹിമാണ് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ സെയ്ഫിന്റെ സുഹൃത്തും മാനേജരുമാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്ന ആശുപത്രി രേഖകൾ. രക്തത്തിൽ കുളിച്ചാണ് സെയ്ഫ് അലി ഖാൻ നിന്നതെങ്കിലും ആത്മധൈര്യത്തോടെ സെയ്ഫ് സംസാരിച്ചുവെന്നും സ്ട്രെച്ചർ ആവശ്യപ്പെട്ടുവെന്നുമാണ് അന്ന് മാധ്യമങ്ങളോട് ഡോക്ടർമാർ വിശദീകരിച്ചത്. ഇപ്പോഴിതാ ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും വലിയ വ്യത്യാസങ്ങൾ. ആക്രമണമുണ്ടായത് പുലർച്ചെ 2:30 മുൻപ്. ബാന്ദ്ര വെസ്റ്റിലെ വസതിയിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള ദൂരം വെറും 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രം. എന്നാൽ പുലർച്ചെ 4:11 ആശുപത്രിയിൽ എത്തിച്ചത്. എന്തിനാണ് ഇത്രയധികം വൈകിയത്? 2 മണിക്കൂറോളം സെയ്ഫ് അലി ഖാൻ ആശുപത്രിയിൽ എത്താൻ വൈകി. പോലീസിന് സെയ്ഫ് നൽകിയ മൊഴിയിലും അടിമുടി ദുരൂഹത. മക്കളുടെ മുറിയിലെത്തിയ അക്രമിയെ താൻ തടഞ്ഞുവെന്നും മുറുകെ പിടിച്ചെന്നും കൈ അയഞ്ഞപ്പോൾ അയാൾ പിൻവശത്ത് തുടരെ കുത്തിയെന്നുമാണ് സെയ്ഫ് അലി ഖാൻ നൽകിയ മൊഴി. ജനുവരി 16 സെയ്ഫിന് കുത്തേറ്റത്. ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ടും 5 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം നടൻ വീട്ടിൽ തിരിച്ചെത്തിയതിൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. സെയ്ഫ് അലി ഖാൻ അഭിനയിക്കുകയാണോ എന്നാണ് മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ നിതേഷ് റാണ ചോദിച്ചത്. ബോളിവുഡിലെ ഖാൻമാരുടെ കാര്യങ്ങൾ വലിയ ചർച്ചയാക്കുന്നു ചിലർ. എന്നാൽ സുശാന്ത് സിംഗ് രാജ്പുത്തിനെ പോലെയുള്ള ഹിന്ദു നടന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകൾ എഴുതുന്നു. ഇതേ ആരോപണം തന്നെയാണ് മഹാരാഷ്ട്ര മന്ത്രിയും ഉയർത്തിയത്. 6 മണിക്കൂറോളം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരാൾക്ക് 5 ദിവസത്തിനകം ആശുപത്രി വിടാൻ കഴിയുമോ? ശിവസേന നേതാവ് സഞ്ജയ് നിരുപമും ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ആക്രമണം നടത്തിയ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദിന്റെ വിരലടയാളങ്ങൾ വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചുവെന്ന് പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. അക്കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ദുരൂഹതകൾ അവശേഷിക്കുന്നത്. വീടിന്റെ കൂണിപ്പടിയുടെ കൈവരികളിലും ശുചിമുറിയുടെ വാതിലിലും ജഹാംഗീറിന്റെ മുറിയുടെ വാതിലിന്റെ പിടിയിലുമൊക്കെ ഷെരീഫുളിന്റെ വിരലടയാളങ്ങളുണ്ട് എന്ന് പോലീസ് തന്നെയാണ് നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച ഓട്ടോ ഡ്രൈവർ ഫജൻ സിംഗ് റാണയുടെ മൊഴിയനുസരിച്ച് സെയ്ഫിനൊപ്പം ഒരു കുട്ടിയും ഒരു മുതിർന്ന ആളുമുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ കയറിയത് സെയ്ഫ് ആണെന്ന് പോലും തനിക്ക് മനസ്സിലായില്ല എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നു. ഓട്ടോറിക്ഷയിൽ ഇത്രയധികം കുത്തേറ്റ സെയ്ഫ് വന്നു കയറുമ്പോൾ എന്തുകൊണ്ട് കരീന കപൂർ ഇറങ്ങി വന്നില്ല? എന്തുകൊണ്ട് അവർ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിക്കാൻ മുതിർന്നില്ല? സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചുടൻ പരിചരിച്ച ഒരു ഡോക്ടർ 8 വയസ്സുള്ള കുട്ടി സെയ്ഫ് അലി ഖാനൊപ്പമുണ്ടായിരുന്നു എന്ന് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നീട് എന്തിനാണ് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചത്? മൂത്ത മകനാണ് എന്ന് ഡോക്ടർമാർ കള്ളം വിളമ്പിയത്. സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ മാനേജരും സുഹൃത്തുമായ അഫ്സർ സൈദി. ഇപ്പോഴിതാ മറ്റൊരു വിവാദം കൂടി ഉയരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസിന് കൊടുത്ത മറ്റൊരു മൊഴി. പുലർച്ചെ 2:30 സെയ്ഫിന്റെ വീടിനടുത്തുകൂടി പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗേറ്റിന് പുറത്തുനിന്നുള്ള ഒരു നിലവിളി കേട്ടത്. അങ്ങോട്ടേക്ക് ചെന്ന് പരിക്കേറ്റ ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നുവെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി. ഓട്ടോറിക്ഷ ഡ്രൈവറോട് 2:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് മൊഴി നൽകണമെന്ന് സെയ്ഫിന്റെ മാനേജർ ആവശ്യപ്പെട്ടുവെന്ന വാർത്തകളും മറ്റൊരു വശത്ത്. ആക്രമിക്കപ്പെട്ട് 2 മണിക്കൂറോളം കഴിഞ്ഞ് ആശുപത്രിയിലെത്തുക, അതും സ്വന്തം ഭാര്യയെപ്പോലും ഒപ്പം കൂട്ടാതെ.
കരീന കപൂർ എന്തുകൊണ്ടാണ് സെയ്ഫിൽ നിന്ന് അകന്നു നിന്നത്? സെയ്ഫ് അലിഖാന് മോഷ്ടാവിന്റെ കുത്തേൽക്കുമ്പോൾ തൊട്ടടുത്ത് കരീന കപൂർ നിൽക്കുന്നു. എന്നാൽ ഒരു തലത്തിലും അക്രമിയെ തള്ളിമാറ്റാൻ കരീന കപൂർ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? സെയ്ഫിനെ രക്ഷിക്കാനുള്ള ഒന്നും കരീന കപൂർ ചെയ്തില്ല എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. അവിടെ നടന്ന ആക്രമണത്തെക്കുറിച്ച് തികച്ചും ദുരൂഹതകൾ തന്നെയാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് വരുന്നത്. ഈ സംശയം തന്നെയാണ് മഹാരാഷ്ട്ര ക്യാബിനറ്റ് മന്ത്രി നിതേഷ് റാണയും ശിവസേന നേതാവ് സഞ്ജയ് നിരുപമയും ഒക്കെ ഉയർത്തിയത്. സെയ്ഫ് അലിഖാനെ കുത്തിയ കേസിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം കേസിൽ നിരപരാധിയെന്ന് പറഞ്ഞ് പ്രതിയുടെ പിതാവ് ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് ഷെരീഫുൾ അല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കുകയാണെന്നും പിതാവ് ആരോപണമുന്നയിച്ചിരുന്നു. പ്രതിയാണെന്ന് സംശയിച്ചാണ് എൻ്റെ മകനെ അവർ അറസ്റ്റ് ചെയ്തത്. പോലീസ് പുറത്തുവിട്ട ചിത്രത്തിലുള്ളയാൾ അവനല്ല. ചില സാമ്യതകൾ ഉണ്ടെന്ന പേരിൽ അവനെ അറസ്റ്റ് ചെയ്തു. അനധികൃതമായി ഇന്ത്യയിൽ കടന്നതുകൊണ്ട് അവനെ ലക്ഷ്യമിടാൻ എളുപ്പമാണ്. ഫോട്ടോയിലുള്ളയാൾക്ക് കണ്ണുവരെ എത്തുന്ന നീണ്ട മുടിയുണ്ട്. എന്നാൽ ഷെരീഫുൾ എപ്പോഴും മുടി ചെറുതായി വെട്ടുകയും മുകളിലേക്ക് ചീകി വയ്ക്കുകയുമാണ് പതിവ്. ഇതിനിടയിൽ BJP നേതാവും ഹോഷമഹൽ MLAയുമായ രാജാ സിംഗ് നടൻ സെയ്ഫ് അലിഖാനെതിരെ വിദ്വേഷ പരാമർശവുമായി രംഗത്തിറങ്ങി. 1991 സെയ്ഫ് അലിഖാൻ അമൃത സിംഗിനെ വിവാഹം കഴിച്ചു. തുടർന്ന് ഇറ്റലിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പിന്നീട് തൻ്റെ മകളുടെ പ്രായമായ കരീന കപൂറിനെ വിവാഹം കഴിച്ചു. നടൻ ഒരു ലവ് ജിഹാദിയാണ് എന്നാണ് MLAയുടെ വിദ്വേഷ പരാമർശം. ഹിന്ദി നടിമാരെ വിവാഹം ചെയ്ത നടൻ ലവ് ജിഹാദിയാണെന്ന് രാജാ സിംഗ് ആരോപിച്ചു. സെയ്ഫ് അലിഖാനെ ആക്രമിച്ച സംഭവത്തിൽ കരീന കപൂറിന്റെ മൊഴിയാണ് ഏറെ വൈരുദ്ധ്യങ്ങളുള്ളത്. വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടിയെ ആക്രമിക്കാനാണ് പ്രതി ശ്രമിച്ചത്. അക്രമം നടക്കുമ്പോൾ താൻ പേടിച്ചുപോയി എന്നും സെയ്ഫ് ഒറ്റയ്ക്കാണ് അക്രമിയെ നേരിട്ടതെന്നും കരീന കപൂർ പോലീസിന് നൽകിയ മൊഴി. സെയ്ഫിന് കുത്തേറ്റത് കണ്ട് ഭയപ്പെട്ടു പോയ തന്നെ സഹോദരി കരിഷ്മ കപൂർ എത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് കരീന കപൂർ നൽകിയ മൊഴി. മകന്റെ മുറിയിൽ വെച്ചാണ് പ്രതിയെ കണ്ടതെന്നും താൻ പ്രതിയുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടുവെന്നും അതിനിടയിൽ പ്രതി തന്നെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചുവെന്നും സെയ്ഫ് അലിഖാന്റെ മൊഴി. പിന്നീട് പ്രതിയെ മുറിയിലടച്ച് കതക് കുറ്റിയിട്ടത്രേ. എന്നാൽ പ്രതി രക്ഷപ്പെട്ടു. ആകെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഇരുവരുടെയും മൊഴി. എന്തുകൊണ്ട് കരീന കപൂർ സെയ്ഫ് അലിഖാനൊപ്പം ആശുപത്രിയിലെത്തിയില്ല? ഭർത്താവിന് കുത്തേറ്റ് ഇത്ര മാരകമായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് സെയ്ഫ് അലിഖാനെ അനുഗമിച്ചില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നില്ല? എല്ലാത്തിനും പിന്നിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന് തോന്നൽ പൊതുവെ സമൂഹത്തിൽ വ്യാപകമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.